അന്ന് ഐശ്വര്യ മേഡം ആയിരുന്നു. നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ നോക്കുമ്പോ അതൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നത് നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ചിരിച്ച് കാണിക്കുമ്പോ അപ്പൊ ഐശ്വന് ഭയങ്കരമായിട്ട് കാലി കഴിച്ചോണ്ട് ഐശ്വന് നമ്മള് കസേരയിലേക്ക് ഇരുത്തി ഒരുപാട് നേരം നിന്നോണ്ട് അത് ഭയങ്കര ബോറല്ലേ അല്ലേ? സ്നേഹത്തിന്റെ എനിക്ക് കാലി കഴിച്ചിട്ടാ. അയ്യോ അങ്ങനെയല്ല. അപ്പൊ എന്തായാലും ഐഷ നന്നായിട്ട് ഡാൻസ് കളിക്കല്ലേ? ആര് പറഞ്ഞു? ഞങ്ങൾ ഐഷാന് നമ്മുടെ പ്രോഗ്രാമിന് അല്ലേടാ നിങ്ങൾ നല്ല ഡാൻസ് അല്ലായിരുന്നു, ഭയങ്കര വൈറലായിരുന്നു. അതുപോലെ ഐഷ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ആ ഡാൻസിനെ സംബന്ധിച്ച് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഐഷു? പഠിച്ചിട്ടില്ല. എന്റെ അറിവ് ഞാനും അറിഞ്ഞത് പഠിച്ചിട്ടില്ല എന്നാ. പക്ഷെ ഐഷു ഒരു സോങ് കേട്ട് കഴിഞ്ഞാല് അപ്പൊ തന്നെ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നല്ലോ. അതെന്താ അത് പെട്ടെന്ന് അത് മാറിപ്പോയത്? അതാ ഞാൻ പറഞ്ഞ, എന്റെ ഒരു തെറ്റത്. അതായത് എന്റെ മനസ്സിൽ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് പോലത്തെ ഒരു ക്യാരക്ടറാണ്. അല്ലെങ്കിൽ ഞാനിത് ചെയ്താ നന്നായിരിക്കില്ല എന്ന് ചില സമയത്ത് എനിക്ക് തോന്നും. അപ്പൊ ഞാൻ അതിന്ന് ബാക്ക് അടിക്കും. അങ്ങനെ ഒരു സംഭവമായിരുന്നു ഡാൻസ്. ഇൻട്രോവേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് പേഴ്സണലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ഇൻട്രോവേർട്ട് ബാക്കിലേക്ക് വലിയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിലല്ലോ. ഇത് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ കംഫർട്ട് അല്ലാന്ന് ഫീൽ ചെയ്യാണ്. പക്ഷെ നല്ലതായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഐശ്വര്യ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഐശ്വര്യ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഐശ്വര്യന്റെ കൂടെയുള്ള കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഐശ്വര്യ ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഐശ്വര്യ ഡാൻസ് കളിക്കാൻ. ഞാൻ എന്റെ നാട്ടില് ശിവരാത്രി ഒക്കെ വരുമ്പോ ഒരു ദിവസം 7 ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഒരു ദിവസം 7 ഡാൻസ് കളിച്ചിട്ടുള്ള കുട്ടിയാണ്. സത്യം പറഞ്ഞതാ. അപ്പൊ അന്ന് കുട്ടികളുടെ പരിപാടി വെക്കുമല്ലോ, അപ്പൊ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉണ്ടാവുക എന്റെ ആയിരിക്കും. അപ്പൊ നാട്ടിലുള്ളവർക്ക് അങ്ങനെയാണ് ഫസ്റ്റ് എന്നെ അറിയാം. അമ്മുനെ അവരറിയാൻ തുടങ്ങിയത് അങ്ങനെയാണ്. അതെ, അമ്മു പാലക്കാടിന്റെ നാട്ടിൽ അവിടെ എല്ലാരും അറിയപ്പെടുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ വന്നിട്ട് പ്രേക്ഷകരെന്നെ കണ്ടിട്ടുണ്ടാവും ഏഷ്യാനെറ്റില് ഞാൻ കാണിച്ചു കൂട്ടിയത്. പക്ഷെ അത് നല്ല നെർവസ്. അത് മേ ബി ഒരു ഇപ്പം വലിയൊരു ക്രൗഡിന് മുമ്പിൽ പെർഫോം ചെയ്യുന്നതും ഒരു ക്യാമറ ഓണാക്കി വെച്ച് പെർഫോം ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം. കാര്യം നമ്മൾക്ക് ഇത് കാണാൻ പോകുന്നത് കോടിക്കണക്കിന് ജനങ്ങളാണെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്. പക്ഷെ എന്നാലും ഐശ്വനെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ഐശ്വന്റെ ആ ഡാൻസ് അത് ഭയങ്കരമായിട്ട് അവർ മിസ് ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിലൊക്കെ പാട്ടിട്ട് കഴിയുമ്പോൾ ഡാൻസ് കളിക്കുന്ന ആ കുട്ടി അത് ഭയങ്കരമായിട്ട് അവർ മിസ് ചെയ്യുന്നുണ്ട്. ഐശ്വന്റെ നാട് ഭയങ്കര പേഴ്സണലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എന്നാ സ്നേഹമുള്ള ആൾക്കാരാ. ഭയങ്കര സ്നേഹം. സ്നേഹം എന്ന് വെച്ചാൽ അത് സ്നേഹം അവർ പുറത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഐഷു ഫസ്റ്റ് തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു സീൽ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ റെസ്പോൺസ്? അന്ന് അവർ അറിഞ്ഞിരുന്നു ഐഷു സീരിയലിലേക്ക് എത്തിയെന്ന്? കാര്യം മലയാളത്തിലോട്ട് അധികം മലയാളികൾ അധികം തമിഴ് സീരിയൽ കാണില്ലല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു വെച്ചപ്പോ ഞങ്ങളുടെ സർക്കിളിലുള്ള ഇപ്പൊ എന്റെ ഇൻസ്റ്റാ ത്രൂ അല്ലെങ്കിൽ എന്റെ വാട്സപ്പ്, അമ്മയുടെ വാട്സപ്പ്, അങ്ങനെ ഞങ്ങളുടെ ചുറ്റും റിലേറ്റീവ്സ് ഉണ്ടല്ലോ, റിലേറ്റീവ്സിനെ സ്പ്രെഡായി, നൈബേഴ്സ് അല്ലെങ്കിൽ വീടിനടുത്തുള്ളവർക്കൊക്കെ സ്പ്രെഡായി ഞാൻ അങ്ങനെ സീരിയൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്കൊക്കെ ഭയങ്കര അഭിമാനമായിരുന്നു. കാരണം അവരുടെ നാട്ടിലുള്ള ഒരു കുട്ടിയാണ് തമിഴിൽ പോയി ചെയ്യുന്നത്. പക്ഷെ അവർക്കൊരു സങ്കടം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ചാനൽ കിട്ടൂല. പിന്നെ തമിഴും അറിയാത്തവരുണ്ടല്ലോ, അതുകൊണ്ട് അവരത് കാണാനും നിൽക്കൂല. പക്ഷെ എന്നാലും ഒരു ഐഷ നന്നായിട്ട് തമിഴ് പറയില്ലേ? അതാണ്. അതല്ല, പാലക്കാടിൽ അങ്ങനത്തെ ഒരു സംഭവമില്ലേ, തമിഴുമായിട്ട് അടുത്ത് കിടക്കുന്നുണ്ട്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലേ? അത് തന്നെ ഈ ഇപ്പം നാട്ടിൽ അവിടെ വന്നപ്പോഴേ എനിക്ക് ഈ അടുത്ത് ഭയങ്കര അത് ഞങ്ങൾ പോയി കണ്ടപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തിരുന്നു അവിടെ ആൾക്കാരെ കണ്ടപ്പം. ഒരാളവിടെ അങ്ങ് താടിയൊക്കെ കഴിച്ചു. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് അതിലേക്കാൾ കൂടുതൽ സന്തോഷം ഞാൻ പൊന്നിയോട് പറയുകയും ചെയ്തൊരു സംഭവം ഉണ്ട്. അതായത് നമ്മുടെ 100ാമത്തെ എപ്പിസോഡ് അന്ന് നമ്മളൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഇത് ശരിക്കും ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഐഷുവിന്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല. ഇപ്പം എനിക്കും കുറേ ഫ്രണ്ട്സിന്റെ നാടുണ്ട്, അവിടെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം നമുക്ക് വേണ്ടി അവർ ടൈം കണ്ടെത്തിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ ഐഷുവിന്റെ വീഡിയോയിൽ കുറേ സ്പെഷ്യൽ മൊമെന്റ്സ് ഉണ്ട്. ഞങ്ങളൊക്കെ ഈ പറയുന്നത് നമ്മളുടെ സെൽഫി വീഡിയോ ഇപ്പം ബിബി ആയാലും അമ്മച്ചിയുടെ കൂടെ വീഡിയോ എടുത്തിട്ടു, ഇപ്പം ഞാനും പൊന്നിയും വീഡിയോ എടുത്തിട്ടു, ബാക്കിയുള്ളവർ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ അത് അങ്ങനെയല്ല കണ്ടത്. അവിടെ കുറെ നാട്ടുകാരും പിന്നെ ഒരു പബ്ലിക് പ്ലേസിൽ കേക്ക് കട്ടിങ്ങും പരിപാടിയും ഫ്ലെക്സ് ഒക്കെ വെച്ച് അത് വേറൊരു പരിപാടിയായിരുന്നല്ലോ. എന്തായിരുന്നു അത്? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് സ്നേഹം കൊടുക്കാൻ മാത്രമേ അറിയുള്ളൂ. ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് എന്റെ നാട്ടിലുള്ളവര്. അവർക്ക് ഞാൻ അവരുടെ വീട്ടിലെ കുട്ടിയാ. ഞങ്ങളുടെ അമ്മു, അജിയുടെ മോൾ അല്ലെങ്കിൽ സുജയുടെ മോൾ എന്നല്ലാതെ ഞങ്ങളുടെ അമ്മുവായിട്ടാണ് അവര് കാണുന്നത്. അപ്പൊ അവർക്ക് ഒന്ന് സാന്ത്വനം വന്നതിന് ശേഷം അവര് മലയാളം ആസ് യൂഷ്വൽ ഏഷ്യാനെറ്റ് ഒത്തിരി പേര് കാണുന്ന ഒരു ചാനലാണ്.
അവരെല്ലാരും കാണുന്നത് ഏഷ്യാനെറ്റാണ്. അപ്പൊ അതില് വന്നു അവരുടെ നാട്ടിലേക്കാണ് ഒരു അഭിമാനം എന്ന് പറയുന്നത് അവർക്കല്ലേ കൂടുതൽ ഉണ്ടാവുക. എന്റെ അച്ഛനും അമ്മയ്ക്ക് എത്ര അഭിമാനം ഉണ്ടോ അതിന്റെ അത്രയും അവർക്കും ഉണ്ടാവും. അവരുടെ നാട്ടിലത്തെ കുട്ടിയാണ് അതെന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോഴേക്ക് എനിക്ക് വേണ്ടി അത്ര കേക്ക് കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ഒരു നാട്ടുകാരും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാര്യം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പം അഭിനയിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സപ്പോർട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. മേ ബി ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് ഞാൻ അതിനെ ഞാനത് കോട്ട് ചെയ്ത് പറയാൻ കാര്യം വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല, അതിന് മുമ്പ് അങ്ങനത്തെ കണ്ടിട്ടില്ല, അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം മേ ബി ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഒരു വലിയ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് വലിയ സ്നേഹം അറിയിക്കേണ്ട കാര്യം. അത് തന്നെ നമുക്ക് എന്തായാലും ഞാൻ എന്റെ പേഴ്സണലി ഇപ്പൊ ഞാൻ പറഞ്ഞാണ് വലിയൊരു സ്നേഹം അറിയിക്കാനുണ്ട്. കാര്യം അന്ന് നമ്മൾ വന്നപ്പോഴായപ്പോൾ അവർ അതുപോലെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത്. അടിപൊളിയായിരുന്നു, കിടിലൻ സംഭവങ്ങളായിരുന്നു. ഇനി ചോദിക്കാനുള്ളത് ഇതൊരു ക്ലീഷ ക്വസ്റ്റ്യൻ ആണ്. സീരിയൽ ചെയ്യുന്നതിന് മുമ്പ് കുറെ ആഡ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതെന്തൊരു പുച്ഛം പോലെ. ഒരു കുഞ്ഞു കഥ പറയാം, ചോദിക്കുന്നതിൽ ഒരു കുഞ്ഞു കഥ പറയാം. ഞങ്ങള് ഏഷ്യാനെറ്റിൽ അവാർഡ് കിട്ടുന്ന സമയത്ത് അവാർഡിന് പോയി സംസാരിച്ച സമയത്ത് ഇത് കണ്ടുപിടിച്ച ആള് ഞാനല്ല, ബിബിയാണ്. ബിബി ആണല്ലോ, ബിബിക്ക് അത് ബിബിയുടെ ഇന്റർവ്യൂ വരുമ്പോ ഞാൻ അത് പറയാം. ഇത് ബിബി കണ്ടുപിടിച്ചാണ്. ഐഷു അവാർഡ് വാങ്ങാൻ പോയി നിന്നിട്ട് ഐഷു സംസാരിക്കുന്നത്, ഇനി ആയാലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് കണ്ടു നോക്കുക, കറക്റ്റ് ആരെന്ന് വെച്ചാൽ പരിമളം സംസാരിക്കുന്ന പോലെയായിരുന്നു. നമ്മളിൽ പരിമളം സംസാരിക്കുന്ന പോലെയാണ് ഇത് ഞങ്ങൾ പറഞ്ഞു. ഐഷു പറഞ്ഞു പോടാ, ഒരിക്കലും അത് അങ്ങനെയല്ല, ഐഷുവിന്റെ ഒരു പോടാവിളി ഉണ്ട്, ആ പോടാ എന്ന് പറഞ്ഞിട്ട് സാധനം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ബിബിയോടും തർക്കിച്ച് നമ്മളോടൊക്കെ പറഞ്ഞു ഓക്കെ നമ്മൾ അത് വിട്ടു. അതിനുശേഷം നമ്മൾ ഈ TCയിൽ നടക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഐഷുവിനെയും ആകാശിനെയും മീനാക്ഷിയും നിർത്തിയിട്ട് കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ, നിങ്ങൾ രണ്ടുപേരും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് പറയണം ഈ മോളുടെ സൗണ്ട് മറ്റേ നമ്മളുടെ പരിമളത്തിന്റെ സൗണ്ട് എന്നൊരു അല്ലേ അങ്ങനെ പറഞ്ഞില്ലേ? നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്റെ സൗണ്ട് ബോറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ പക്ഷെ നിന്റെ സൗണ്ട് ബോർ സൗണ്ട് അല്ല, അതെന്ത് സംഭവിച്ചാല് നീ അത് ഈ പറഞ്ഞല്ലേ പാലക്കാടിന്റെ സ്ലാങ്ങും ഇപ്പൊ എനിക്ക് തോന്നി തിരുവനന്തപുരത്തെ അല്ലെ മിക്സ് ചെയ്തിട്ടുള്ള. നീ ആദ്യം പോടാ വിളിക്കുന്നവരല്ലേ ഇപ്പൊ പോടാ വിളിക്കുക. ഇപ്പൊ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് വേറൊരു ടോണൊക്കെ. അപ്പം പരിമളം ചെറുതായിട്ട് കയറി വരുന്നേ, കളിയാക്കിയതല്ല, അത് അങ്ങനെ കയറി വരുന്നത് കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളിയല്ല. അത് പക്ഷെ ആൾക്കാർ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായി, ഞങ്ങൾ പറഞ്ഞപ്പോൾ കളിയാക്കലായിപ്പോയി. അപ്പൊ സംസാരത്തിന്റെ പരിമളമൊക്കെ അവിടെ ഓക്കെ. ഞാൻ ചോദിക്കാൻ വന്ന ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ആൽബത്തിൽ നിന്നൊക്കെ ആണല്ലോ സ്റ്റാർട്ടിങ്, ആൽബം, ഷോർട്ട് ഫിലിംസ്, ആഡ് ഒക്കെ ഉണ്ട്. അല്ല അത് ആഡ്, ഷോർട്ട് ഫിലിം. ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു മറ്റേ നമ്മുടെ അങ്കമാലി ഡയറസിലെ പുള്ളിയുടെ കൂടെ. അപ്പൊ അതിൽ നിന്നാണ് തുടക്കം. ഇതൊക്കെ കണ്ടിട്ടാണോ തമിഴിലേക്ക് വിളിച്ചത്, അതോ തമിഴില് ഓഡിഷൻ ഉണ്ടായിരുന്നോ? തമിഴില് അത് ഒരു ഫസ്റ്റ് കാര്യം പറഞ്ഞ ലക്കാണ്. കാരണം എൻ്റെ കോളേജിലെ സീനിയർ ഉണ്ട്, ആ ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഡയറക്ടറോട് സംസാരിച്ചു. നമ്മുടെ പരിചയത്തിലുള്ള കുട്ടിയാണ്, എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഫസ്റ്റ് ടെസ്റ്റ് ഷൂട്ട് വെച്ചിടെ ഞാൻ നാട്ടിലായിരുന്നു. എനിക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നില്ല, ഓഡിഷൻ ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു പോയി കിട്ടൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിൽ എന്റെ അച്ഛൻ മരിച്ച ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോ എനിക്ക് കോള് വന്നു ഇങ്ങനെ ഉണ്ടെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അപ്പൊ സദർലാൻഡിൽ ജോബ് ചെയ്തോണ്ടിരിക്കായിരുന്നു. അവിടെ നിന്ന് ഞാൻ ടെസ്റ്റ് ഷൂട്ടിനല്ല ഡയറക്റ്റ് ഇതിന് പോയി, സീരിയലിൽ ജോയിൻ ചെയ്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ പറഞ്ഞത്രേ ആ കുട്ടിയെ കാണുമ്പോ ഒരു ഫ്യൂച്ചർ ഉള്ള പോലെ തോന്നുന്നുണ്ട്, അപ്പൊ നമ്മൾ ത്രൂ അവള് വരികയാണെങ്കിൽ വന്നോട്ടെ. അത് എത്ര പേര് ചിന്തിക്കുന്ന എനിക്കറിയില്ല, അതിനെനിക്ക് ആ മനുഷ്യനോട് ഒത്തിരി റെസ്പെക്ട് ഉണ്ട്. അങ്ങനെ ഞാൻ വന്നതാണ്. അതിന് മുമ്പ് ഏറ്റവും ഫസ്റ്റ് ഞാൻ ചെയ്തത് ഒരു ആഡാ, ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഓഹോ, അപ്പൊ അത് പുതിയൊരു അറിവല്ല നമുക്ക്. ഞാൻ ആഡൊന്നും കണ്ടില്ല. ആഡ് ഇപ്പം ടിവിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, അത് അവരുടെ ആ ഒരു ഏരിയയില് മാത്രം ഉള്ളൊരു സംഭവം. ലോക്കൽ ആഡാണോ ഉദ്ദേശിക്കുന്നത്? മീൻസ് തിയേറ്ററിൽ കൊടുക്കാനുള്ള തിയേറ്റർ ആഡാണ്. തിയേറ്റർ ആഡൊക്കെ ചെയ്ത് വലിയ ആടൊക്കെ ചെയ്തിട്ട് വന്നതാ. എന്നിട്ടാണ് നമ്മള് റെസ്പെക്ട്ഫുൾ, അത് പ്രതീക്ഷിക്കണ്ട നീ.
ശരിക്കും ഞാനിപ്പോ അമ്മ അയച്ചെന്ന സംഭവം നോക്കിയത് കണ്ട ബൊമ്മക്കുട്ടി ഉണ്ടായിരുന്നു അച്ചു, അതാണ് അത്. ആ അച്ചു ഇപ്പോഴും ഞാനത് വിറ്റിട്ടില്ല കേട്ടോ. ഞാൻ ചമ്മി നാറിയത് കാരണം ഞാനത് വിറ്റില്ല. അത് നോക്കാൻ വേണ്ടി പോയതാ. ഒന്ന് ആലോചിച്ചേക്ക്, ഒരു അച്ഛന്ന് പറയുന്ന ഒരു ബൊമ്മക്കുട്ടി ഉണ്ടായിരുന്നു, ബൊമ്മ ഉണ്ടായിരുന്നു ആ പറയുന്നത്. അതായത് എന്റെ ഓർമ്മയില്, ഞാൻ കുഞ്ഞതല്ല, എന്റെ ഓർമ്മയില് ഞാൻ ഏറ്റവും കൂടെ കളിച്ചോണ്ടത് പിങ്കി, അത് ബൊമ്മ. ഓക്കെ, ഒരു പൂച്ചയുടെ ബൊമ്മയായിരുന്നു പിങ്കി. എപ്പോഴും അതിനെ, എപ്പൊ ഞാൻ ബസ്സിൽ പോവാണെങ്കിൽ കൂടെ അതിനെ ഞാൻ പിടിച്ചോണ്ടേ പോവുള്ളൂ. അതിന്റെ പേര് പിങ്കി എന്നാണോ? അതിന്റെ പേര് പിങ്കി എന്നായിരുന്നു. അച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മൊട്ടത്തലയൻ ഒരു ടോയ് ഉണ്ടായിരുന്നു, മുട്ടുകുത്തി നടക്കും, അത് അതിന്റെ കൂടെ പാട്ടും പാടും. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് എന്റെ ഓർമ്മയിൽ അച്ചു. അല്ലെ, കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഒന്ന് രണ്ട് കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനോട്ട് പോവാം. ഇപ്പം പിന്നെ തമിഴില് വില്ലത്തിയായിട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു സീരിയൽ ക്വിറ്റ് ചെയ്തിട്ട് സാന്ത്വനത്തിലേക്ക് വന്നു. സാന്ത്വനത്തിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? സാന്ത്വനത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്റെ അമ്മയുടെ കൂട്ടുകാരി ഉണ്ട്, സബീന ആന്റി. ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങൾക്ക്. നിങ്ങൾ ഇന്ന് വീട്ടിൽ വന്നപ്പോഴും സബീന ആന്റി ഉണ്ടായിരുന്നു. അപ്പോ ആന്റിയാണ് ഇങ്ങനെ ഒരു ചേട്ടനുണ്ട്, ചേട്ടന്റെ പേര് ഐ തിങ്ക് എന്റെ ഓർമ്മയില് ബഷീർ അങ്ങനെ എന്തോ ആണ്, സോറി എന്നെ പേര് ഓർമ്മിക്കുന്നില്ല. പക്ഷെ ആളോട് എനിക്ക് ഒത്തിരി കടപ്പാട് നന്ദിയുണ്ട്. ആൾക്ക് ഇങ്ങനെ ഏഷ്യാനെറ്റായിട്ട് ഇങ്ങനെ കാസ്റ്റിംഗ് ആയിരുന്നു. സോ ഫോട്ടോ അയക്കാൻ പറഞ്ഞ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ആള് വഴി നമ്മുടെ ധർമ്മു എല്ലാരും കാസ്റ്റ് ചെയ്ത ധർമ്മു കേട്ടോ. നമ്മള് ഗിരീഷിന്റെ ഇന്റർവ്യൂലും അരുണേട്ടനാണ് ബീച്ചേട്ടന് ഫോട്ടോ അയച്ചു കൊടുത്ത്. അങ്ങനെ ബീച്ചേട്ടനും മാമും കൂടെ എന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. ഞാനവിടെ എന്നെ കാസ്റ്റ് ചെയ്യുന്നതിന്റെ അന്ന് ഞാൻ അവിടെ വരുമ്പോ മേഡം ഇങ്ങനെ അതുവഴി, അന്ന് ഐശ്വര്യ മേഡം ആയിരുന്നു. നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ നോക്കുമ്പോ അതൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നത് നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ചിരിച്ച് കാണിക്കുമ്പോ ഞാൻ വരും നായിക, അതിന്റേതായ ഗമയൊക്കെ ഉണ്ടാവുമല്ലോ. നീ ഇൻട്രോയിട്ടൊന്നും അല്ലായിരുന്നു, അവിടെ നല്ല ജോളിയായിരുന്നു. അതുകൊണ്ട് അത് പറയണ്ട. അറിയാത്ത ആൾക്കാരോട് പറഞ്ഞാൽ അത് നീയൊന്നല്ല, എല്ലാരും അങ്ങനെ. നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളോട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി ഇതാവില്ല. അതല്ല, നീ ചിരിക്കാതെ പറ്റില്ല. ചിരിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ചിരിക്കത്ര കളറ് വരായിരുന്നു. പരിചയമില്ലാത്ത ചിരിയായിരുന്നു. പക്ഷെ അങ്ങനെ ഞങ്ങള് കണ്ട കേട്ടോ. നമ്മളവിടെ ചില പൊതുവെ ഫസ്റ്റ് കാണുമ്പോ ഒത്തിരി പേര് ജഡ്ജ് ചെയ്യാറുണ്ട്, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. അത് മിക്കവാറുള്ള എനിക്കൊന്ന് എല്ലാ ആക്ടേഴ്സിനെയും പറ്റിയിട്ട് പൊതുവെ എല്ലാരും പറയുന്നൊരു കാര്യം. അതൊരിക്കലും അത് ആറ്റിറ്റ്യൂഡ് ഇടുന്നതോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല. ഈ പറയുന്ന പോലെ ഇപ്പം നമ്മളിപ്പം ഒരാളെ ഇപ്പൊ ഒരു വലിയ ക്രൗഡ് നിൽക്കുന്ന ഭാഗത്ത് ഒരാളെ മാത്രം മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്യും. പിന്നെ എല്ലാവരെയും ഒരുമിച്ച് മൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇറങ്ങി ചെന്ന് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം അത് ആ പ്ലസ് വൺ പഠിക്കുമ്പോ സാർ മേഡം അഭിനേത്രി അല്ലല്ലോ, അപ്പൊ എന്ന് അത് കാണിക്കാം. അത് അങ്ങനല്ല. അതായത് സംഭവമില്ലടാ. ഞാൻ പ്ലസ് വണ്ണില് കേറി ചെല്ലുമ്പോ ആ ഗേറ്റ് നിറച്ച് സീനിയേഴ്സാ, ഈ വരുന്ന കുട്ടികളെ റാഗ് ചെയ്യാൻ വേണ്ടിട്ട് നിക്കുക. നമുക്കത് പരിചയമില്ലല്ലോ. നമ്മൾ 10ാം ക്ലാസ് വരെ ഒതുങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ നല്ല കുറുമ്പുണ്ടായിരുന്നു. ചെന്നു, ആരും എൻ്റെ അടുത്ത് എന്തോ ചോദിച്ചു, പേരെന്താ ചോദിച്ചു, പേര് പറഞ്ഞു, ഏതാ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു, അതും പറഞ്ഞു, ഏതാ സംഭവം എന്ന് പറഞ്ഞു. പിന്നെ അവർ ഓരോന്ന് ചോദിക്കാൻ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ കയറിപ്പോയി എന്റെ പാട്ടിന്. ഇവർക്കത് പിടിച്ചില്ല. ഇവര് ക്ലാസ്സിൽ കയറി വന്നു, എൻചിക്ക് പറഞ്ഞു. ഞാൻ എൻചിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻചിക്കുന്നു ചോദിച്ചു. എൻച്ച് നിക്കടി പറഞ്ഞു. എൻച്ച് നിക്കില്ല എന്നല്ലേ നിന്നോട് പറഞ്ഞു ചോദിച്ചു. അതിന് അവര് ഞാൻ സ്കൂൾ വിട്ട് നടന്നു പോകുമ്പോ എന്നെ വളഞ്ഞു, ചുറ്റി വളഞ്ഞു. പിന്നെ ഞാൻ അത് കംപ്ലൈന്റ് ചെയ്തു. അവരെ സസ്പെൻഡ് ചെയ്യുന്നോ ചെയ്തു. ഐഷു വേറെ ലെവൽ ബേബി, നോട്ട് ദാറ്റ് പോയിന്റ്. ക്യാമറ വരെ വറക്കുന്നത്. അതായത് ഞാൻ ജാടയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ് ചെയ്തു. ഇതിനിടയിൽ അത് നല്ല കാര്യമാണ്. അതിനകത്ത് പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നുമില്ല, എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എപ്പോഴും നല്ലതല്ലേ. അത് നമുക്ക് അതിന് അപ്രീസിയേഷൻ ആണ്. അത് നല്ല കാര്യം തന്നെ. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു. അമ്മ എടുത്തു പറഞ്ഞ സാധനം, ഐഷുവിനെ വിളിച്ചിട്ട് അമ്മ ലാസ്റ്റ് എന്താ പറഞ്ഞ, മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുമെന്നല്ല പറഞ്ഞ. തൊട്ടുമ്പോ ഇപ്പൊ ഈ മാറ്റർ പറഞ്ഞപ്പോ ഞാനത് വിട്ടുന്നില്ല. അത് തൊട്ടുമ്പോ മണ്ടത്തരം പറഞ്ഞാണ് നിർത്തിയത്. പറഞ്ഞിരുന്നു. അല്ല, അത് പറഞ്ഞു നിർത്തിയിരുന്നു. അത് വിട്, അത് ഇത് കാണുമ്പോൾ മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് സാന്ത്വനത്തിലേക്ക് വന്നപ്പോഴുള്ളതും അതിന് സാന്ത്വനത്തിന് മുമ്പിലുള്ളതൊക്കെ. ഇന്നത്തെ ഒരാള് ചോദിച്ചിരുന്നു, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്കിലും അയാൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഐശ്വര്യ ഒരു ഫാനാണ്. ചോദിച്ചെന്ന് വെച്ചാല് ഐശ്വര്യ എന്നല്ല, മീനാക്ഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ബോൾഡും എന്ത് കാര്യത്തിനോടും ഇപ്പൊ അലോകൊക്കെ വന്നെന്ന് സംസാരിച്ചിട്ടും പോട പുല്ലെന്ന് പറഞ്ഞിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ഐഷു അത്രത്തോളം ആണോ, അതായത് മീനാക്ഷിയുടെ അത്രയാണോ ഐഷു എന്നൊരു ചോദ്യം അതുണ്ടായിരുന്നു. നമ്മൾ കുറച്ചും അതിനെ പറ്റി സംസാരിച്ചു. എന്നാലും ഒരിക്കൽ കൂടി, അതായത് അത്രത്തോളം പവർഫുൾ ആണോ? ഇപ്പൊ ഈ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത്. പവർഫുൾ ഒന്നല്ല, എന്നാലും ഇപ്പോ വേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കണല്ലോ.
അങ്ങനെ പ്രതികരിക്കും, അല്ലാതെ പോടാ പുല്ലേ അങ്ങനൊന്നും പറയില്ല. പക്ഷെ ഐഷു നല്ല ബോൾഡാണ്. ഐഷു പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഐഷു ഭാഗത്ത് ഒരു കുഞ്ഞ് പിൻ ഡ്രോപ്പ് ഒരു മിസ്റ്റേക്ക് എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും. പക്ഷെ എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, ഐഷു ചില സമയങ്ങളിൽ അതായത് ഐഷുവിന്റെ ഭാഗത്തായിരിക്കും ഫുൾ എന്താ പറയുക പോസിറ്റീവ് സൈഡ് ഐഷുവിന്റെ ആയിരിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആയിരിക്കും മിസ്റ്റേക്സ് കംപ്ലീറ്റ്. പക്ഷെ അവിടെ സൈലന്റ് ആയിട്ടിരുന്ന് കരയാറുണ്ടോ? എന്റെ ഒരു സിറ്റുവേഷൻ പറയണ്ട, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോ ഞാൻ കരയും. അത് പുതിയൊരു അറിവാണല്ലോ ദേഷ്യം. സത്യം, സങ്കടം വരുമ്പോ കൂടെ ഞാൻ പിടിച്ചിരിക്കും. പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം വരില്ലേ, അത് ഞാൻ കരഞ്ഞാ തീർക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയണില്ല, പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിരുന്നു. അന്ന് ഞാൻ വന്ന് ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിക്കാനുള്ള കാര്യം അതാണ്. അതായത് ഭയങ്കര ബോൾഡ് അല്ലെങ്കിൽ ഇത്രയും ഇപ്പൊ നമ്മളൊരു കഥ കേട്ടു, അപ്പൊ ഇത്രയൊക്കെ ചെയ്യുന്ന ഒരാള് ഒരു ചെറിയ ഇൻസിഡന്റ്, അതൊരു വളരെ ചെറിയ ഇൻസിഡന്റ് ആയിരുന്നു. നമുക്ക് പേഴ്സണലി നമുക്കത് വലുതായിരിക്കാം ചിലപ്പോൾ, പക്ഷെ നമ്മൾ നോക്കി കാണുമ്പോൾ അത് വളരെ ചെറിയ കാര്യമാണ്. എണീറ്റ് വന്ന് അതിന് ഒരു ഓപ്പോസിറ്റ് ഒരു കാര്യം പറഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. സംഭവം എന്താ അറിയോ, ഭയങ്കര ആ ഒരു സംഭവം ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഞാൻ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. അതായത് നമ്മൾ റിയാക്ട് ചെയ്താലും അവര് നുണ പറഞ്ഞ് അതിനെ താഴ്ത്തും, ഒക്കെ അടിച്ചമർത്തും. സോ നമ്മളവിടെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കരയണ്ട, കരഞ്ഞതല്ല, ദേഷ്യം സങ്കടത്തിലൂടെ വന്നു. ഓക്കെ. അപ്പം അന്ന് ആരായിരുന്നു, അന്ന് കൂടെ ആരോ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, ഇനി മേലെ ഇങ്ങനെ ഇത്തിരി ആവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഓക്കെ. അപ്പം ലൈഫില് സങ്കടം, അതായത് നോർമലി ഒരാൾക്ക് ഇപ്പം നല്ല ഭയങ്കര സ്ട്രോങ്, നമ്മൾ കേട്ടിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളില് ഭയങ്കര വിഷമം. നമ്മൾ ഒരിക്കലും കരയാൻ പാടില്ല എന്നല്ല, നമ്മൾ കരയണം, കരഞ്ഞ് നമ്മുടെ വിഷമം തീർക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും കരയണം. ഒരു അത് വന്നു കഴിഞ്ഞാൽ കരയുക തന്നെ ചെയ്യാം, അല്ലാതെ അത് പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. പക്ഷേ സിറ്റുവേഷനും കൂടെ നോക്കണം. ഇപ്പൊ ആ സിറ്റുവേഷൻ കരയേണ്ട സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ മുന്നോട്ടുള്ള കരിയറിലായാലും അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോ ഈ ചില ഇത് പറയേണ്ട കാര്യങ്ങൾ മുഖത്തോക്കി തന്നെ പറയുന്ന ഒരാളല്ലേ. അപ്പൊ അങ്ങനെ അതായത് ഇത് പറയണം എങ്കിൽ, പക്ഷെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേടാൻ പലതും ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ സൈലന്റ് ആവണം, അങ്ങനത്തെ ഒരു ഡിസിഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് ആവുന്നു എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിക്കും. അതായത് ഞാൻ ചോദിക്കും, സംസാരിച്ചിട്ടുണ്ട്, അതായത് ബാധിക്കുന്ന കാര്യമാണ്, പക്ഷെ എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല. അതൊരു നല്ല കാര്യം. ഇപ്പം ഈ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്രയും നേരം സീരിയസ് ഒന്നുമില്ല, ഇത്രയും നേരം ഫൺ ആയിട്ടുള്ള കാര്യങ്ങളൂടെ അല്ലേ പറഞ്ഞത്. ഇത് കുറച്ച് സീരിയസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ടെലിവിഷനാണ്. നമുക്കിപ്പം നമ്മുടെ ലൈഫെല്ലാം ഇപ്പൊ ടെലിവിഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. ഇപ്പം നമ്മുടെ ചെയർമാൻ ഇപ്പം പ്രേംകുമാർ ഒരു ക്വാട്ട് പറഞ്ഞിരുന്നു, അത് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പൊ സീരിയലിനെ പറ്റി പറഞ്ഞത്. നമുക്ക് പേഴ്സണലി അതിനകത്ത് ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ടാവും. ഐഷുവിന് അത് കണ്ടപ്പോ, ആ ന്യൂസ് കണ്ടപ്പോ തോന്നി എന്തായിരുന്നു, എന്ത് ഫീലിങ്സ് ഉണ്ടായ? ഞാൻ വലിയ കാര്യമായിട്ട് പറയുന്നില്ല, പക്ഷെ ആളുടെ പെർസ്പെക്റ്റീവ് ആണത്. പക്ഷെ ആ ഉപയോഗിച്ച വേർഡ് കുറച്ചുകൂടെ തിങ്ക് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നത്തെ കാര്യം, ശരിക്കും സീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഏജ് ഗ്രൂപ്പ് വന്നിട്ട് ഒരു 50+ ആണ്. അപ്പോ റിട്ടയർഡ് ആയിട്ട് ഇരിക്കുന്ന അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ അമ്മൂമ്മ മുത്തശ്ശന്മാർക്കോ അല്ലെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന അമ്മമാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ കഷ്ടപ്പെടുന്നതും സീരിയൽ ചെയ്യുന്നതും. യങ്സ്റ്റേഴ്സ് വളരെ കുറവല്ലേ, നമുക്ക് മെസ്സേജസ് വരുന്നതായാലും നമ്മുടെ കമന്റ്സ് വരുന്നതായാലും അത് നമ്മൾ അവരെ മാറ്റി നിർത്തുന്നില്ല കേട്ടോ. പക്ഷെ മെജോറിറ്റി അല്ലേ എപ്പോഴും നമ്മൾ നോക്കുക, അത് കുറവല്ലേ? കുറവാണ്, കുട്ടികൾ കുറവാ. കുട്ടികൾ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് ഐ തിങ്ക് ഫോണിലാണ്. ആ ഫോൺ, പിന്നെ ഫോണിൽ ഈ പറയുന്ന പോലെ റീൽസും ഒക്കെ ആയിരിക്കും അവർക്ക്, നമ്മുടെ വീഡിയോസ് ഒക്കെ ആയിരിക്കും. അതിന് നമ്മുടെ ക്ലിപ്പായ പോലും ഇപ്പം ചാനലൊക്കെ ഇടുന്ന ചെറിയ അതൊക്കെ ആയിരിക്കും അവർ കൂടുതൽ കാണാം. അത് അവരെ അത്രത്തോളം അത് ബാധിക്കും. അച്ഛനമ്മമാരായിരിക്കും അല്ലെങ്കിൽ മുത്തശ്ശി ആ ഒരു ഏജ് കാറ്റഗറി ആയിരിക്കും നമ്മളുടെ സീരിയൽസ് കാണുക. അതായത് ഇപ്പം ഈ ക്വസ്റ്റ്യൻ മീനാക്ഷിയോട് ചോദിച്ചെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു അഭിപ്രായം തന്നെ ഉണ്ട്. അത്
ഇപ്പം എന്റെ ചാനലാണ് ഇത്. ഇപ്പം ഞാൻ മീനാക്ഷിയുടെ കാര്യങ്ങൾ ചോദിക്കാൻ വന്നിരുന്നാലും എനിക്കും ഇതേ അഭിപ്രായം തന്നെ. കാര്യം ഇപ്പൊ സെൻസർ ചെയ്യുന്നതായാലും ഇപ്പൊ സെൻസറിങ് ചെയ്ത് ഇപ്പം വേണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഒരു സീരിയൽ സിനിമ പോലെ എടുത്തിട്ട് ഇത്രയും പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം ഒന്നുള്ളതല്ല. ഇന്ന് ഷൂട്ട് ചെയ്ത് നാളെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് മറ്റന്നാൾ ടെലികാസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അത്ര ഇതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ സെൻസർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെയാണ്. ഇപ്പൊ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റേറ്റ് ഈ പറഞ്ഞ പോലെ സീരിയലുകളുണ്ട്. അവിടെ ഒന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുണ്ട് നമ്മളിവിടെ. അപ്പൊ ഇതൊക്കെ നല്ലപോലെ ചിന്തിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ഐശ്വര്യ ഒരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായങ്ങളായിരിക്കും. കാര്യം ഇപ്പം ഇതിന്റെ ബാക്കിൽ ഇവൻ ഇരിക്കുന്നുണ്ട്. ഇവനോട് ഇനി ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പഠിച്ചു വെക്കും. അതുകൊണ്ട് വേറെ ആലോചിച്ചിരിക്കുകയല്ലേ എന്ത് ചെത്ത് ആൻസർ ചെയ്യണം. അല്ല, നമ്മളെല്ലാം ഫണ്ണായിട്ട് കാര്യമല്ലോ. എന്തെങ്കിലും ഒരു സാധനം അത് നമ്മളെ ബന്ധപ്പെടുന്ന കാര്യമല്ലേ. അപ്പൊ അത് അറിയണമെന്നൊരു ആഗ്രഹം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ സീരിയൽ കാണുന്ന വ്യക്തികളുടെ റിവ്യൂസ് തീർച്ചയായിട്ടും അത് എനിക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. കാര്യം ഈ സർവേ എടുത്ത സമയത്ത് ഇവർ ഈ മറ്റേ 13 വയസ്സിനും 19 വയസ്സിനും ഇടയ്ക്കുള്ള അത് പക്ഷേ കുറച്ചുകൂടെ അവർക്ക് നോക്കാമായിരുന്നു. കുറച്ച് ഏജ് ഗ്രൂപ്പ് ഒക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി. ഇത് കുറച്ച് 10-200 പേരുടെ റിവ്യൂ എടുത്തയാ. കേരളത്തിൽ അത്രയും ആളെ ഉള്ളോ സീരിയൽ കാണുന്നത്. പിന്നെ ഈ 3.5 കോടി ജനവും ഇത് കാണുന്നുമില്ല. കാര്യം എല്ലാവരെയും ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടി വന്ന 1 കോടി പേരോ അത്രയായിരിക്കും നമ്മുടെ സീരിയൽസ് കാണുക. ഈ ബാക്കിയും ആൾക്കാരുണ്ടെന്ന് ഇവിടെ. അപ്പൊ അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പൊ എന്തായാലും അതാണ് നമ്മളുടെ രണ്ടുപേരുടെ അഭിപ്രായം കേട്ടോ. അപ്പം നമ്മൾ ബാക്ക് ടു നമ്മുടെ കാര്യത്തിലേക്ക്. ഓക്കെ, അപ്പം ഐഷുവിന് വന്ന കമന്റ്സിൽ, ഐഷുവിന്റെ റീൽസിനും ഒക്കെ വരുന്ന കമന്റ്സിൽ ആദ്യം മുതലേ ഞാൻ പറയുന്നത് അപ്പൊ ഐഷു ഭയങ്കര ക്യൂട്ടാണ്, ഐഷു എന്താ പറയാ ഭയങ്കര നാടൻ ലുക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ഐഷുവിന് നാടൻ വരുന്നു. അപ്പൊ എനിക്ക് ചോദിക്കണം, ഐഷു ഇതിനു മുമ്പ് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ നമുക്ക് മലയാളത്തിൽ അത് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ഐഷുവിനെ പറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം മലയാളത്തിൽ ഐഷു അതിനെ പറ്റി ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ തമിഴ് ഇന്റർവ്യൂസിലൊക്കെ ഐഷു അത് പറഞ്ഞിട്ടുണ്ടെന്നോ. ഐഷു ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണോ? അതായത് മേക്കപ്പ് ഇടാൻ ഒരുപാട് സമയം എടുക്കുമോ? ഓക്കെ. അപ്പൊ പക്ഷെ ഐഷു കുറെ കാലം മുമ്പ് അത്ര ടൈം എടുക്കൂലായിരുന്നു. പണ്ട് ഞാൻ മേക്കപ്പേ ചെയ്യില്ലായിരുന്നു. ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഐഷുവിനെ നോർമലി കണ്ടാൽ ഇഷ്ടപ്പെടില്ല എന്നൊരു തോന്നലുണ്ടോ? അങ്ങനല്ല, സീരിയലില് ഞാൻ ചോദിച്ചിരുന്നു, നമ്മുടെ ക്യാമറമാനോടക്കം ഞാൻ ചോദിച്ചിരുന്നു മേക്കപ്പ് നമുക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചപ്പോ ആവശ്യമാണ്. ഇത്രയും കളറുള്ള, ഇത്രയും ഞാൻ ഒരിക്കലും കളർ താരതമ്യം പറയുന്നതല്ല, ഇത്രയും സുന്ദരിയായിട്ട് നിങ്ങളും മനസ്സിലാക്കുന്നല്ലേ നമുക്കും അങ്ങനെ തന്നെ തോന്നുന്ന ഒരാള് ഇരുത്തിക്കൊണ്ട് അങ്ങ് പുകഴ്ത്തുക. ക്യാമറ താഴെ പോയത്. അപ്പൊ അതാ ഇത്രയും അത് കേട്ടിട്ടേ ക്യാമറ വരെ അപ്പൊ ഇങ്ങനെ ഒരാള് അപ്പൊ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യാം, നമുക്ക് അത്രയും കാണാൻ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ കോൺഷ്യസ് ആവാനുള്ള കാര്യം? അതായത് ഞാൻ അറിഞ്ഞത് വരയ്ക്കും സീരിയൽ ചെയ്യുമ്പോ എന്റെ ഫ്രണ്ട്സ് അടക്കം ഞാൻ സീരിയലില് മേക്കപ്പ് ചെയ്ത് കാണുമ്പോ എന്തൊരു മേക്കപ്പ് അടിയെന്ന് ചോദിക്കും. പക്ഷെ നമ്മുടെ ലൈറ്റ് സെറ്റപ്പിന് മേക്കപ്പ് വേണം എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്, പക്ഷെ എനിക്കറിയാമായിരിക്കും, അവർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ സീരിയലുകാർ കേട്ടിട്ടുള്ള ബാഡ് കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് സ്ത്രീകളുടെ മേക്കപ്പിനെ പറ്റിയിട്ടാണ്. സ്ത്രീകളുടെ മേക്കപ്പ് ഭയങ്കര ഓവറാണ്, ആവശ്യമില്ലാതെ ഓർണമെന്റ്സ് ഇടുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് അറിയാം, ഇത് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ആൾക്കാർ നന്നായിട്ട് നെഗറ്റീവ്. പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്? അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് സത്യം പറഞ്ഞ മേക്കപ്പിനോട് താല്പര്യമില്ല. കാരണം ക്യാമറയുടെ അല്ലേ പറഞ്ഞേ? മീൻസ് ക്യാമറമാൻ പറയുന്നു എന്നല്ലടാ, ഇപ്പൊ പൊതുവെ പറഞ്ഞു വരുന്നതിൽ നമ്മുടെ ലൈറ്റ് സെറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് മേക്കപ്പ് ചെയ്ത് നിൽക്കാനാണ് താല്പര്യം. ഓക്കെ, ഇത് ഗ്രേഡ് ചെയ്ത് വരുമ്പോ അയാള് ബ്രൈറ്റ് ആയിട്ടും ഞാന് ഫീൽ ചെയ്യും. സോ അതാണ് അതിന്റെ ഒരു കാര്യം. പക്ഷെ അപ്പോഴും എന്റെ വീണ്ടും ഒരു സംശയം എന്ന് വെച്ചാല്, ഒരാള് ഡല്ലായിരിക്കും, ഒരാള് ഇതായിട്ടിരിക്കും. പക്ഷേ ഇത് കണ്ടോണ്ട് ഇപ്പം ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മേക്കപ്പ് ഇട്ട് വന്നു, ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പ്രേക്ഷകർ കാണുന്നു. പക്ഷെ കാണുന്ന പ്രേക്ഷകർ അപ്പോഴും പറയല്ലേ ഇത് ഓവറായിട്ട് മേക്കപ്പ് ചെയ്തേ കാണുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായി? അതായത് ഗ്രേഡ് ചെയ്തപ്പോഴും നിങ്ങളുടെ ഫേസിൽ നോർമലി ഉള്ള ബ്യൂട്ടി ആയിരുന്നു എങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. അപ്പം മേക്കപ്പ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ ഇടുന്ന ഒരു എന്താ പറയാ ഒരു ടോണറോ ഇതൊന്നും അല്ല ഞാൻ പറയണേ. ഒരു ഫൗണ്ടേഷൻ അല്ല, മീൻസ് ഫൗണ്ടേഷനെ പറ്റിയല്ല, ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളില്ലേ. അതായത് ഇപ്പം നമ്മളുടെ ഞാൻ ഇരുന്നോണ്ട് തന്നെ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ സീരിയലിനകത്ത് പോലും നമ്മുടെ സീരിയൽ എനിക്ക് തോന്നുന്നു അത്രത്തോളം ഇല്ല, നമ്മൾ ഒരുപാട് അങ്ങ് ഭയങ്കരമായിട്ട് ഒരുങ്ങുന്നില്ല. മറ്റ് നമ്മൾ തോന്നിയിട്ടില്ല, ഇപ്പൊ കിച്ചണിൽ പോകുമ്പോഴും മറ്റേ ഫുൾ ഓർണമെന്റ്സ് ഇട്ടിട്ടുള്ളൂ. അത് ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ബാഡ് കമന്റ്സ് കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ഉള്ള കാര്യം. നമ്മുടെ സീരിയൽ അത് ഭയങ്കര കുറവാണ്. വളരെ ലൈറ്റ് ആയിട്ട് ഇല്ലെന്ന് ഞാൻ പാടയില്ലെന്ന് ഞാൻ പറയില്ല,
പക്ഷെ എങ്കിലും നമ്മൾ കുറവാണ്, മാക്സിമം കുറവാണ്, നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇങ്ങനത്തെ ലൈറ്റിന്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതാണോ? എന്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. എനിക്കിപ്പോ എന്റെ ഫേസിൽ അലർജി ഉണ്ട്, അതായത് മേക്കപ്പ് എനിക്ക് അലർജിയാണ്. അപ്പൊ ഞാൻ വേണം വെച്ചോണ്ട് ഈ അലർജി വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ഇടില്ലല്ലോ. ശരിയാ. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റ്. അപ്പൊ ഐഷു കോൺഷ്യസ് ആയതിന്റെ കാര്യം ഇതാണോ? നമുക്ക് ലൈറ്റും കാര്യങ്ങളും അതിനും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാം ഐഷു, അതേ പറയാം, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്. അതായത് ഇതാണല്ലോ നമ്മുടെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ നമ്മളെ പറ്റി പറഞ്ഞിട്ടുള്ള കുറ്റങ്ങളിൽ ഒന്നാണ് സീരിയലിൽ ഓവർ മേക്കപ്പും. പിന്നെ സിറ്റുവേഷൻ ആഗ്രഹമുണ്ട്, അതായത് കംപ്ലീറ്റ്ലി എല്ലാ സീരിയലിലും വിത്തൗട്ട് മേക്കപ്പ് ആയിട്ട്. വിത്തൗട്ട് മേക്കപ്പ് മാത്രമല്ല, ഇപ്പം സിറ്റുവേഷൻ ഇപ്പൊ ആകാശും ആര്യനും പിന്നെ ആനന്ദേട്ടനും ഒക്കെ എന്ന് പറയുന്നത് ഒരു സാധാ കുടുംബത്തിലെ ആൾക്കാരാണ്. അവര് നോർമലി യൂസ് ചെയ്യുന്ന ഒരു കൈലി അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇപ്പൊ ആര്യൻ ഇപ്പൊ ലേറ്റസ്റ്റ് അങ്ങനെയല്ലടാ പിടിച്ചേക്കുന്നത്, രസമുണ്ട് അത്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇന്നർ ബെനിയനൊക്കെ യൂസ് ചെയ്ത് അതൊക്കെ ഭയങ്കര രസമായിരിക്കും. ഇത് നമ്മളവിടെ സജഷൻ വെക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ചിലപ്പം ചേഞ്ചസ് ഒക്കെ വരാം അല്ലേ. അത് നല്ലൊരു സംഭവമല്ലേ. അത് അങ്ങനെ പിടിച്ചുകൂടെ എന്ന് എനിക്ക് വലിയ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പൊ എല്ലാവരോടും പോയി ഇത് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ നിന്നോട് ചോദിക്കാമല്ലോ. അതുകൊണ്ട് ചോദിച്ചു. ഇത്രയും ഓർണമെന്റ്സിന്റെ ആവശ്യമില്ലല്ലോ. നോർമലി എന്നാലും നിങ്ങൾ ഭയങ്കര സുന്ദരികളാണല്ലോ. അപ്പം ഇത് ചോദിച്ചിരുന്നു ഒരാള്, ഇത്രയും മേക്കപ്പിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ ബാക്കി കണ്ടിന്യൂ വന്നതെന്ന് വെച്ചാല്, ഇപ്പൊ ഐഷു നേരത്തെ ഐഷു ഒട്ടും കോൺഷ്യസ് അല്ലാത്ത ഐഷു ഇപ്പം അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്, മേക്കപ്പിന് ഒത്തിരി സമയം കണ്ടെത്തുന്നുണ്ട്, അത്യാവശ്യം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഐഷു ഏറ്റവും കൂടുതൽ ഇവിടെ നല്ല മീൻമറത്തിന്റെ മണം വരുന്നുണ്ട്. ലവൻ അവിടെ ഇരുന്ന് അത് മണപ്പിച്ച് കുളിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നീ പോയാ. അപ്പൊ ഐഷു യൂസ് ചെയ്യുന്നത് പിന്നെ നോർമൽ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണോ, ഫേസിലൊക്കെ ഉപയോഗിക്കുന്നതോ, പിന്നെ ഈ പറഞ്ഞ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പ്രോഡക്ട്സ് ആണോ? അതിലും അപ്പം ഒരു 2 വർഷത്തിനകം ഐഷുവിന് ചേഞ്ചസ് വന്നോ? മുൻപ് ഐഷുത്തൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലായിരുന്നല്ലോ വലുതായിട്ട്. സീതാരാമനിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോ എന്റെ അടുത്ത് ഈ മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നുമേ ഇല്ല. ഈവൻ ബ്രഷ് അടക്കം ഇല്ല. അവിടുത്തെ മേക്കപ്പ് മാൻ ആണ് എനിക്ക് മേക്കപ്പ് ചെയ്യാറ്. പിന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഈ ഗ്രാജുവലി ഉണ്ടായ മാറ്റമാണോ? മേക്കപ്പ് എന്ന് പറയുമ്പോ അവൻ ചിരിക്കാണ് അവിടെ. ഐഷു, പിന്നെ ഐഷുവിന്റെ മുടിയെ പറ്റി കുറെ പേര് പറയുന്നുണ്ട്, നല്ല രസമാണ് ഐഷുവിന്റെ ഹെയർ എന്ന് പറയുന്നത്. അത് ഐഷുവിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരിക്കൽ കൂടി ചോദിക്കാം. അത് ഇപ്പോഴും അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ കാച്ചി തരുന്ന ഇതിന്റെ കാച്ചെണ്ണയാണോ? അല്ല, ആദ്യം ഇപ്പൊ അത് മാറ്റം. നല്ല കട്ടിയിൽ എന്താ പറയാ, നല്ല രസമായിരുന്നു എന്റെ മുടി. താളിയൊക്കെ ഇടുന്നു പറയുന്നുണ്ട്. അപ്പൊ ഒക്കെ ഞാൻ ഇത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമായിരുന്നു. പക്ഷെ ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്ക് കെയർ ചെയ്യാൻ ടൈം കിട്ടാറില്ല. ഞാൻ ഈ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തു, അമ്മയെ കൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചു. ഇപ്പൊ അത് വളരാൻ വേണ്ടി ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു. അല്ല, ഇപ്പൊ വീട്ടിൽ നിന്ന് ആരും എണ്ണ കച്ചി തരില്ലേ? എന്താ നീ ഉപയോഗിക്കില്ല? അതുകൊണ്ട് അവരത് വിട്ടു. അങ്ങനത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചു. എവിടെ സമയം ഇപ്പൊ നമ്മള് രാവിലെ നേരത്തെ എണിച്ചിട്ട് ഷൂട്ടിങ്ങിന് പോയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഈ ഹെയർ ഫുൾ ഒട്ടി നിൽക്കും. അത് രഞ്ജിനി ചേച്ചിക്കും പാടായിരിക്കും, ഹെയർ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി വന്നിട്ട് എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം പിടിക്കും. അപ്പൊ അതിന് ഞാൻ തേക്കല് നിർത്തിയപ്പോ. അപ്പം ബ്യൂട്ടിയുടെ സംഭവം മനസ്സിലായല്ലോ. ഇത് 1-2 പേര് മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഞാൻ ബ്യൂട്ടി സംഭവങ്ങൾ എടുത്ത് ചോദിച്ചത്. ഭയങ്കര കെയർ ഒന്നും ചെയ്യൂല. എന്നിട്ടും നിങ്ങളുടെ മീനാക്ഷി ക്യൂട്ടാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ മീനാക്ഷിക്ക് നോർമലി കണ്ടത് മേക്കപ്പിലായിരിക്കും. അപ്പൊ ഈ ബ്യൂട്ടി ഉണ്ട് കേട്ടോ. എനിക്ക് ഗൂഗിൾ പേ തന്നാൽ